പെരുമ്പാവൂർ നഗരസഭയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഇടഞ്ഞു. ബജറ്റ് ചർച്ചയ്ക്കിടയിലാണ് ഇരു വിഭാഗങ്ങളും തമ്മിൽ കയ്യാങ്കളിയോളം എത്തിയ സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങിയത്. ഈ ബഹളത്തിനിടയിൽ പുതിയ ബഡ്ജറ്റ് പാസാക്കുകയും ചെയ്തു. പെരുമ്പാവൂർ നഗരസഭയിലെ പൊതു ബജറ്റ് ചർച്ച സംഘർഷാവസ്ഥയിൽ കലാശിച്ചു. ഭരണപക്ഷവും പ്രതിപക്ഷവും പരസ്പരം ആക്രോശിച്ചു. ആക്രമിക്കാൻ ശ്രമിച്ചും ചർച്ച തന്നെ ഇല്ലാതാക്കി. വികസന ബജറ്റ് ചർച്ചകളില്ലാതെ വിദ്വേഷ ബജറ്റായി മാറി. പ്രതിപക്ഷാംഗം MLAക്കെതിരെ നടത്തിയ ദുരാരോപണമാണ് ഭരണപക്ഷാംഗങ്ങളെ പ്രകോപിപ്പിച്ചത്. ഉടനെ മറുപക്ഷവും എടാപോടാ വിളികളുമായി കസേര വിട്ടിറങ്ങി. പോലീസ് നടപടിയൊന്നും കണ്ട പെരിയ മനസ്സിലായോ? ഈ സഭക്കകത്തുള്ള ഒരാളെ സംബന്ധിച്ച് അപവാദം അല്ലെങ്കിൽ മോശം വാക്ക് പരാമർശിക്കുന്നതിനുള്ള പ്രശ്നം ഇല്ലാത്ത സംബന്ധിച്ച് നിങ്ങളുടെ ഈ പറയുന്ന MLA ഉൾപ്പെടെയുള്ള നിങ്ങളുടെ കോൺഗ്രസിന്റെ MLAമാര് കേരള നിയമസഭക്കകത്ത് പിണറായി വിജയനാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി. ആ സഭയില്ലാത്ത ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് എത്രമാത്രം ഗുണമാകുന്നുണ്ട് നിങ്ങൾ എത്ര ചിന്തിച്ചോ? പ്രകോപിതരായ അംഗങ്ങളെ അനുനയിപ്പിക്കാൻ മറ്റംഗങ്ങളും കളത്തിലിറങ്ങിയതോടെ ബജറ്റ് ചർച്ച പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടു എന്ന് പറയാം. BJP SDP അംഗങ്ങൾ ബജറ്റ് പൂർണ്ണമായും തള്ളിയതോടെ ചർച്ച തന്നെ എല്ലാവരും വിസ്മരിച്ചു. MLAക്കെതിരെ ആക്ഷേപം ഉന്നയിച്ച കൗൺസിലർ മാപ്പ് പറയണമെന്നായി ഒരു വിഭാഗം. മാപ്പ് പറയില്ലെന്ന് എതിർപക്ഷവും നിലപാടെടുത്തതോടെ പ്രശ്നം രൂക്ഷമായി തീർന്നു. ബജറ്റ് ഊതിവീർപ്പിച്ച ബജറ്റ് എന്ന ആക്ഷേപം ഇതിനിടയിൽ ഉയർന്നു വന്നു. എന്നാൽ ഗവൺമെന്റ് സൈറ്റിലുള്ള മാതൃകയിലാണ് ബജറ്റ് എന്ന വിശദീകരണമുണ്ടായെങ്കിലും ആരും അത് ശ്രദ്ധിച്ചത് തന്നെയില്ല. ആദ്യം മലയാള ഭാഷ എന്തുകൊണ്ട് ഉപയോഗിക്കില്ല എന്നാണ് ആലോചിക്കുന്നത്. ഇത് സംസ്ഥാന ഗവൺമെന്റിന്റെ തീരുമാനപ്രകാരം K-സ്മാർട്ടിലാണ് ഇത് കൃത്യമായി രേഖപ്പെടുത്തി വരുന്നത്. K-സ്മാർട്ടിന്റെ സിസ്റ്റം ജനറേറ്ററായ കണക്കുകളാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. അതിന്റെ രീതിയും അതാണ്. അതിനെ ഏതെങ്കിലും രീതിയിലുള്ള എതിർപ്പുണ്ടെങ്കിൽ ഞാനും അതിനോട് യോജിക്കുന്നു. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇത് വളരെ തല്ലിപ്പെടുത്തി ഇതേ രീതിയിലുള്ള K-സ്മാർട്ടിൽ ഉൾപ്പെടുത്തി
നഗരസഭയുടെ കോൺഫറൻസ് ഹാൾ കലാപഭൂമിയാകാൻ അംഗങ്ങളെല്ലാം മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു. ജനപ്രതിനിധികൾ എന്ന നിലവിട്ട് പെരുമാറുന്നതിൽ ആരും ആരുടെയും പിറകിലായിരുന്നില്ല. അവരവരുടെ ഭാഗം ഏറ്റവും നന്നായി അഭിനയിച്ച് ഫലിപ്പിക്കുകയും ചെയ്തു. ഈ വിഡ്ഢിവേഷങ്ങളും നാടകവും ജനങ്ങൾ കാലങ്ങളായി കണ്ടു ശീലിച്ചതിനാൽ അവർക്കതിൽ ഒരു പുതുമയും ഉണ്ടാകില്ല. എന്നിട്ടും ജനപ്രതിനിധികൾ ഇക്കാലത്തും അതേ നാടകം തുടരുകയാണ്. ഒരു സംശയം മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ബജറ്റ് ചർച്ചാ നാടകത്തിന്റെ കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും ആരായിരിക്കും? ഈ ബഹളങ്ങൾക്കിടയിൽ വളരെ നൈസായി ചർച്ചയില്ലാതെ ബജറ്റ് പാസാക്കിയെടുത്തല്ലോ. ജനപ്രതിനിധികളെ, നേതാക്കന്മാരെ, നാടകം വളരെ നന്നായിട്ടുണ്ട്. ഇനിയും ഇതേ റൂട്ടിൽ തന്നെ തുടരുക. ജയ് ഹിന്ദ്. മീഡിയ സിറ്റി, പെരുമ്പാവൂർ.